ജയം അവനേ മിഴിനീരൊഴുക്കി അങ്ങേ കുരിശിന്റെ വഴിയെ വരുന്നു ഞങ്ങൾ. ലോകൈകനാഥാനിൻ ശിഷ്യനായി തീരുവാൻ ആശിപ്പോനെന്നുമെന്നും കുരിശു വഹിച്ചു നിൻ കാൽപ്പാടു പിഞ്ചല്ല കൽപ്പിച്ച നായക. നിൻ ദിവ്യരക്തത്താലെൻ പാപമാലിന്യം കഴുകേണമേ ലോകനാഥ. നിൻ ദിവ്യരക്തത്താലെൻ പാപമാലിന്യം കഴുകേണമേ ലോകനാഥ. പ്രാരംഭ പ്രാർത്ഥന. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. കുരിശു വഴിയായി ഞങ്ങളെ രക്ഷിച്ച അങ്ങേ പ്രിയപുത്രനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ കുരിശു യാത്രയിൽ ഞങ്ങൾക്കും അങ്ങേ പ്രിയപുത്രനെ വിശ്വസ്തയോടെ അനുഗമിക്കണം. അതിനാൽ ഈശോയുടെ പീഡാനുഭവത്തെ ധ്യാനിച്ചുകൊണ്ട് ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടിയുള്ള അങ്ങയുടെ രക്ഷണീയ കർമ്മത്തിൽ പൂർണ്ണമായ അറിവോടും സമ്മതത്തോടും കൂടെ പങ്കുചേരാൻ ഞങ്ങളെ സഹായിക്കണമേ. കുരിശിന്റെ വഴി കഴിക്കുന്നവർക്ക് നൽകപ്പെട്ടിട്ടുള്ള ദണ്ഡവിമോചനങ്ങൾ ലഭിക്കുന്നതിന് കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മറിയമേ, കാരുണ്യനാഥേ, ഈശോയോട് എന്നും വിശ്വസ്തയായിരുന്നവിടെ നിന്റെ പ്രിയപുത്രന്റെ ദുഃഖകരമായ കാൽപ്പാടുകളിലൂടെ യാത്ര ചെയ്യുന്നതിന് നിന്റെ പുത്രന്റെ പക്കൽ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഒന്നാം സ്ഥലം, ഈശോ മിശിഹ മരണത്തിന് വിധിക്കപ്പെടുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുകുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. തിരുവനന്തപുരം ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രധാന പുരോഹിതന്മാരും ന്യായാധിപ സംഘം മുഴുവനും യേശുവിനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കേണ്ടതിന് അവനെതിരെ കള്ളസാക്ഷ്യം അന്വേഷിച്ചു. പല കള്ളസാക്ഷികൾ വന്നെങ്കിലും അവർക്ക് സാക്ഷ്യമൊന്നും കിട്ടിയില്ല. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് കുരിശുമരണത്തിന് വിധിക്കപ്പെട്ടതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ വണങ്ങി ആരാധിക്കുന്നു. എല്ലാ മാനുഷിക വിലയിരുത്തലുകളെയും എങ്ങനെ സ്വീകരിക്കണമെന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ. അന്യായമായി ആരെയും വിധിക്കാതിരിക്കാനും കഠിന വിധിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. രണ്ടാം സ്ഥലം, ഈശോ മിശിഹ കുരിശു ചുമക്കുന്നു. ഈശോ മിശിഹ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുകുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കൊല്ലം ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മുൾക്കിരീടവും ചുമന്ന മേലങ്കിയും ധരിച്ച് യേശു പുറത്തേക്ക് വന്നു. അപ്പോൾ പീലാത്തോസ് അവരോട് പറഞ്ഞു, ഇതാ മനുഷ്യൻ. അവനെ കണ്ടപ്പോൾ പുരോഹിത പ്രമുഖന്മാരും സേവകരും വിളിച്ചു പറഞ്ഞു, അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് ഭാരമേറിയ സ്ലീവാമരം ചുമന്നുകൊണ്ടു പോകുന്നതിന്മേൽ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഈ ലോകത്തിൽ ഞങ്ങൾക്കുണ്ടാകുന്ന കഷ്ടപ്പാടുകളും രോഗങ്ങളും സഹനങ്ങളും ക്ഷമയോടുകൂടി സഹിച്ച അങ്ങയെ അനുഗമിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. മൂന്നാം സ്ഥലം, ഈശോ മിശിഹ ഒന്നാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുകുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. പത്തനംതിട്ട ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആടുകളെ പോലെ നാം വഴിതെറ്റിപ്പോയി. നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി. എന്നിട്ടും അനേകരുടെ പാപഭാരം അവൻ പേറി അതിക്രമങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചു. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് കുരിശും കൊണ്ട് വീഴുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഏറ്റവും നിസ്സാരവും ബോധപൂർവവുമായ അവിശ്വസ്തയിലും പാപങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. നാലാം സ്ഥലം, ഈശോ മിശിഹ തന്റെ പരിശുദ്ധ മാതാവിനെ കാണുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുകുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു.
ആലപ്പുഴ ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. ഇവൻ വിവാദ വിഷയമായ അടയാളവുമായിരിക്കും. അങ്ങനെ അനേകരുടെ ഹൃദയ വിചാരങ്ങൾ വെളിപ്പെടും. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും. കാരുണ്യവാനായ ഈശോയെ, പരിശുദ്ധ മാതാവ് അങ്ങേക്കെതിരെ വരുന്നതിനെ കണ്ട് പറഞ്ഞൊപ്പിക്കാനാകാത്ത ദുഃഖസങ്കടങ്ങൾ അനുഭവിച്ചതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. നിന്റെ പ്രിയപുത്രന്റെ കുരിശ് യാത്രയിൽ കൂടെ നിന്നതുപോലെ ഞങ്ങളുടെ സകല നിമിഷങ്ങളിലും, പ്രത്യേകിച്ച് മരണനേരത്തും ചേർന്ന് നിൽക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവെ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 5-ാം സ്ഥലം, ശിമിയോൻ ഈശോയെ സഹായിക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കോട്ടയം ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവർ അവനെ കൊണ്ടുപോകുമ്പോൾ ആ വഴി വന്ന ശിമിയോൻ എന്ന കിറേനക്കാരനെ പിടിച്ചു നിർത്തി കുരിശ് ചുമലിൽ വെച്ച് യേശുവിന്റെ പുറകെ ചുമന്നു കൊണ്ടുവരുവാൻ നിർബന്ധിച്ചു. കാരുണ്യവാനായ ഈശോയെ, അങ്ങേ കുരിശ് ചുമക്കുന്നതിന് ശിമിയോൻ എന്ന മഹാത്മാവ് സഹായിക്കുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ചിന്തയും വാക്കുകളും പ്രവൃത്തികളും പൂർണ്ണമായും നിന്നോടുള്ള സ്നേഹത്തെ പ്രതിയാകട്ടെ. ഞങ്ങളുടെ കുരിശുകളായ ദുഃഖ സങ്കടങ്ങളെ നല്ല മനസ്സോടുകൂടെ സ്വീകരിക്കാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവെ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 6-ാം സ്ഥലം, വെറോനിക്ക മിശിഹായുടെ തിരുമുഖം തുടയ്ക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഇടുക്കി ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു. അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. കാരുണ്യവാനായ ഈശോയെ, വെറോനിക്ക അങ്ങേ തിരുമുഖം തുടയ്ക്കുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഗുരുനാഥ, ഞങ്ങളുടെ കണ്ണുകളും കരങ്ങളും അധരങ്ങളും ഹൃദയവും എപ്പോഴും കരുണാർദ്രമായിരിക്കാൻ കൃപ ചെയ്യണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവെ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 7-ാം സ്ഥലം, ഈശോ മിശിഹ 2-ാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. എറണാകുളം ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവരെ ബഹുമാനിച്ചതുമില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തെന്ന് നാം കരുതി. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് 2-മതും വീഴുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങൾ ഇനിമേൽ യാതൊരു പാപത്തിലും വീഴാതിരിക്കാൻ കൃപ ചെയ്യണമേ. ഞങ്ങൾ പാപത്തിൽ വീണുപോയാൽ ഉടൻ തന്നെ എഴുന്നേൽക്കാനും നിന്റെ കാരുണ്യത്തെ മഹത്വപ്പെടുത്താനും ഞങ്ങൾക്ക് ശക്തി നൽകണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവെ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 8-ാം സ്ഥലം, ഈശോ മിശിഹ ഓർസലേം നഗരിയിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. തൃശൂർ ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജെറുസലേം പുത്രിമാരെ, എന്നെ പ്രതി നിങ്ങൾ കരയേണ്ട. നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രതി കരയുവിൻ. കാരുണ്യവാനായ ഈശോയെ, അങ്ങേ നോക്കി കരയുന്ന ഓർസലേം പട്ടണത്തിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. വിശുദ്ധ മാമോദിസായ്ക്കും വിശ്വാസത്തിന്റെ കൃപയ്ക്കും ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങളെ കുറിച്ച് എപ്പോഴും മനസ്താവപ്പെട്ട് കരയുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തരുളണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവെ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 9-ാം സ്ഥലം, ഈശോ മിശിഹ 3-ാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. പാലക്കാട് ജില്ലയെ നമുക്ക് സമർപ്പിക്കാം. അവൻ ഒരു അതിക്രമവും ചെയ്തില്ല. അവന്റെ വായിൽ നിന്ന് വഞ്ചന പുറപ്പെട്ടുമില്ല. അവന് ക്ഷതമേൽക്കണമെന്നത് കർത്താവിന്റെ ഹിതമായിരുന്നു. അവിടുന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. പാപപരിഹാര ബലിയായി തന്നെ തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തന്റെ സന്തതി പരമ്പരയെ കാണുകയും
ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും. കർത്താവിന്റെ ഹിതം അവനിലൂടെ നിറവേറുകയും ചെയ്യും. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് ശ്രീവാമരത്തിൻ കീഴ് വീണ്ടും വീഴുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ദൈവമേ, എനിക്ക് സ്വന്തമായുള്ളതെല്ലാം സമ്പൂർണമായി നിനക്ക് നൽകുന്നു. ചാവുദോഷത്തോടുകൂടെ മരിച്ച് നിത്യനരകത്തിൽ വീഴാതിരിക്കാൻ ഞങ്ങൾക്ക് കൃപ ചെയ്ത് തരണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 10-ാം സ്ഥലം, ദിവ്യരക്ഷകന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ അങ്കിക്ക് വേണ്ടി അവർ കുറിയിട്ടു എന്ന തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടിയാണ് പടയാളികൾ ഇപ്രകാരം ചെയ്തത്. കാരുണ്യവാനായ ഈശോയെ, അങ്ങേ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് കയ്പുനീർ കുടിപ്പിക്കുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. സകലത്തിലും ദൈവ തിരുമനസ്സിന് കീഴ്വഴങ്ങിയ ഈശോയുടെ ഹൃദയമേ, ഞങ്ങളുടെ ഹൃദയം അങ്ങേ ഹൃദയം പോലെയാക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 11-ാം സ്ഥലം, ഈശോ മിശിഹ കുരിശിൽ തറയ്ക്കപ്പെടുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശ്വസിച്ചാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കോഴിക്കോട് ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തലയോടിടം എന്നർത്ഥമുള്ള ഗോൽഗോഥായിൽ അവർ അവനെ കൊണ്ടുവന്നു. അവർ അവനെ കുരിശിൽ തറച്ചപ്പോൾ 3-ാം മണിക്കൂറായിരുന്നു. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് ശ്രീവാമരത്തിന്മേൽ തറയ്ക്കപ്പെടുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഓ ഏറ്റവും പരിശുദ്ധ സ്നേഹമേ, നിന്റെ സ്നേഹത്തിന്റെ നിലവിൽ ഞങ്ങളുടെ ഹൃദയം ഭരിക്കണമേ. ഈ ലോക സന്തോഷങ്ങളെല്ലാം വെറുത്തുപേക്ഷിച്ച് പരലോക ഭാഗ്യത്തെ മാത്രം തേടുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തരണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 12-ാം സ്ഥലം, ഈശോ മിശിഹ കുരിശിന്മേൽ തൂങ്ങി മരിക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശ്വകുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. വയനാട് ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശു ഉച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഇത് പറഞ്ഞ് അവൻ ജീവൻ വെടിഞ്ഞു. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് കുരിശുമരത്തിന്മേൽ മരിക്കുന്നതിനെ ഞങ്ങൾ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങളുടെ രക്ഷക, നിന്റെ ഹൃദയത്തിന്റെ അഗാധതയിൽ ഞങ്ങളെ മറക്കണമേ. അങ്ങയെ മാത്രം സ്നേഹിച്ചു ദൈവേഷ്ട പ്രസാദത്തോടുകൂടെ മരിച്ച് മോക്ഷത്തിൽ അങ്ങയോടുകൂടെ ഒന്നിച്ചിരിപ്പാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തരണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 13-ാം സ്ഥലം, ഈശോ മിശിഹായുടെ മൃതദേഹം മാതാവിന്റെ മടിയിൽ കിടത്തുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശ്വകുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കണ്ണൂർ ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അരിമത്തിയക്കാരൻ ജോസഫ് യേശുവിന്റെ ശരീരം എടുത്തു മാറ്റാൻ പീലാത്തോസിനോട് അനുവാദം ചോദിച്ചു. പീലാത്തോസ് അനുവാദം നൽകി. കാരുണ്യവാനായ ഈശോയെ, അങ്ങേ തിരുശരീരം ശ്രീവായിൽ നിന്നിറക്കി അങ്ങേ വ്യാകുല മാതാവിന്റെ മടിയിൽ കിടത്തിയതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. നിന്റെ കാരുണ്യത്തിലുള്ള ഞങ്ങളുടെ പ്രത്യാശ അനുദിനം വർദ്ധിപ്പിക്കണമേ. അതുവഴി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങേ തിരുമുറിവുകളും പരിശുദ്ധ മാതാവിന്റെ വ്യാകുലതകളും പതിച്ചെല്ലണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 14-ാം സ്ഥലം, ഈശോ മിശിഹായുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശ്വകുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കാസർഗോഡ് ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജോസഫ് ശരീരമെടുത്ത് ശുചിയായ ഒരു തുണിയിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടിയുണ്ടാക്കിയ തന്റെ പുതിയ കല്ലറയിൽ സംസ്കരിച്ചു. കല്ലറയുടെ വാതിൽക്കൽ ഒരു വലിയ കല്ലുരുട്ടി വെച്ചിട്ട് അവൻ പോയി. കാരുണ്യവാനായ ഈശോയെ, അങ്ങേ തിരുശരീരം കല്ലറയിൽ അടക്കപ്പെടുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങൾ മരണത്തോളം അങ്ങയെ സ്നേഹിച്ച് ഞങ്ങളെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ഒരു ആത്മാവിനെ പോലും നഷ്ടപ്പെടുത്തി കളയാതെ നിത്യഭാഗ്യം പ്രാപിക്കാൻ ഞങ്ങൾക്ക് മനോഗുണം ചെയ്യണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ,
സ്വർഗസ്നായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. പ്രാർത്ഥന. നീതിമാനായ പിതാവേ, സ്വയം ബലിവസ്തുവായി തീർന്ന പ്രിയപുത്രനെ തൃക്കൺ പാർക്കണമേ. ആ തിരുരക്തത്തെ ഓർത്ത് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ഞങ്ങളുടെ പാപം വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു, എന്നാൽ അങ്ങേ കാരുണ്യം അതിനേക്കാൾ വലുതാണല്ലോ. ഞങ്ങളുടെ പാപങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അവയ്ക്ക് വേണ്ടിയുള്ള ഈ പരിഹാര ബലിയെയും ഗവനിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അങ്ങേ പ്രിയപുത്രൻ ആണികളാൽ തറയ്ക്കപ്പെടുകയും കുന്തത്താൽ കുത്തപ്പെടുകയും ചെയ്തു. അങ്ങേ പ്രസാദിപ്പാൻ അവിടുത്തെ പീഡകൾ ധാരാളം മതിയല്ലോ. തന്റെ പുത്രനെ ഞങ്ങൾക്ക് നൽകിയ പിതാവിന് സ്തുതിയും കുരിശുമരണത്താൽ ഞങ്ങളെ രക്ഷിച്ച പുത്രന് ആരാധനയും രക്ഷണകൃത്യം പൂർത്തിയാക്കിയ പരിശുദ്ധാത്മാവിന് സ്തോത്രവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. താമരയിൽ നിന്ന് വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ. ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു. ഗാഗുൽത്താമലയിൽ നിന്ന് വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ. ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു. വനത്തിലൂടാനയിച്ചു ഞാൻ അന്നമായൻ മന്ന തന്നില്ലേ. ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു. ഗാഗുൽത്താമലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ. ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു. കർത്താവ് ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ തീർത്ഥയാത്രയുടെ 15-ാമത്തെ ദിവസമാണ് നമ്മൾ ഇന്നായിരിക്കുന്നത്. ഈ 15 ദിവസത്തെ നമ്മുടെ യാത്രയിലൂടെ നാം കടന്നുപോയി വിശുദ്ധനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിപ്പിച്ചുറപ്പിക്കുന്നതിനും അതുവഴിയായിട്ട് ക്രിസ്തുവിൻ്റെ രക്ഷ വ്യക്തിപരമായി അനുഭവിച്ച് ഏറ്റവും ആനന്ദത്തോടെ ജീവിക്കാനായിട്ടും നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ഇന്ന് നമുക്ക് ദൈവവചനം നമ്മോട് പങ്കുവെക്കുന്നത് ഇടുക്കിയിൽ നിന്നുള്ള സണ്ണിച്ചേട്ടനാണ്. സണ്ണി തയ്യിൽ വർഷങ്ങളായിട്ട് വളരെയേറെ ഞാനൊക്കെ നവീകരണത്തിൽ വരുന്നതിന് മുമ്പേ നവീകരണ അനുഭവത്തിൽ വരികയും അനേകരുടെ ജീവിതത്തെ ആഴത്തിൽ സ്വാധീനിക്കും. പ്രത്യേകമായിട്ട് കുഞ്ഞുമക്കളുടെ ഇടയിൽ ഏറെ ദൈവരാജ്യത്തിന് വേണ്ടി ക്രിസ്തുവിന് വേണ്ടി ജീവിതം മുഴുവൻ മാറ്റിവെച്ചിരിക്കുന്ന ആളാണ് സണ്ണിച്ചേട്ടൻ. ഇടുക്കിയിൽ നിന്നാണ്. ഞാൻ സണ്ണിച്ചേട്ടൻ്റെ വീട്ടിലൊക്കെ പോയിട്ടുണ്ട്, ഞങ്ങൾ ഒരുമിച്ച് പോകാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കോവിഡിന് ശേഷം ഞങ്ങൾ കണ്ടിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് മുമ്പ് വരെ ഞങ്ങൾ കാണാറുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും സണ്ണിച്ചേട്ടനെ വളരെ സ്നേഹത്തോടെ ഈ ഒരു തീർത്ഥയാത്രയുടെ ദൈവവചനം പങ്കുവെക്കുന്നതിന് കുരിശുമരണത്താൽ നമ്മെ വീണ്ടെടുത്ത ക്രിസ്തുവിനെ കുറിച്ചാണ് നമ്മോട് പങ്കുവെക്കുന്നത്.
അവിടുത്തെ മരണത്തിലൂടെ നമ്മെ വീണ്ടെടുത്ത് സ്വന്തമാക്കി അവന്റെ രക്ഷ ആഴത്തിൽ അനുഭവിച്ചറിഞ്ഞ സണ്ണിച്ചേട്ടനെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സണ്ണിച്ചേട്ടാ, ഹലോ, ആ, കേൾക്കാം കാണാം. ഓക്കെ, ഹലോ, പറഞ്ഞോ സണ്ണിച്ചേട്ടാ, കേൾക്കാം. കേൾക്കാമല്ലോ. കേൾക്കാം. ഓക്കെ, യേശു സ്നേഹമുള്ളവരെ, ഈ തീർത്ഥയാത്രയില് നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാൻ സാധിച്ച ദൈവത്തിന് നന്ദി പറയാണ്. ഈ കുറച്ച് സമയം നമുക്ക് ഒരുമിച്ച് ദൈവവചനം ധ്യാനിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണല്ലോ ഇത്. പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം 1 പത്രോസ് 2-ാം അധ്യായം അതിന്റെ 24 മുതലുള്ള തിരുവചനങ്ങളാണ്. നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി. നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി. പ്രത്യേകിച്ച് ആ കുരിശിന്റെ മഹത്വത്തെ കുറിച്ചൊക്കെയാണ് നമ്മുടെ ശുശ്രൂഷ തുടങ്ങുന്നത് തന്നെ നമുക്കറിയാൻ സാധിക്കും. ശരിക്കും കുരിശിന്റെ വഴിയിലൂടെ നമ്മൾ യാത്ര ചെയ്താണ് നമ്മുടെ തീർത്ഥയാത്ര തുടങ്ങുന്നതും അവസാനിക്കുന്നതല്ല. ക്രിസ്ത്യാനിയുടെ മുഖമുദ്ര എന്ന് പറയുന്നത് കുരിശിലൂടെയുള്ള നമുക്ക് അതിനുവേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിച്ച് ശുശ്രൂഷയ്ക്ക് തുടങ്ങാം. കർത്താവായ യേശുവേ, ഞങ്ങളുടെ കുരിശിലൂടെ രക്ഷ ഞങ്ങൾക്ക് കാണിച്ചു തന്നു യേശുവേ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ നന്ദി പറയുന്നു യേശുവേ. പ്രത്യേകിച്ച് ഈ തീർത്ഥയാത്രയിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനേകം പേര് അനേകം സ്ഥലങ്ങളിൽ നിന്നാണ് ശുശ്രൂഷ പങ്കെടുക്കുന്നത്. കർത്താവെ, ഇന്ന് ഈ ശുശ്രൂഷയുടെ സമയത്ത് ദൈവത്തിന്റെ വലിയൊരു കൃപ ഞങ്ങളിലേക്ക് ഒഴുകണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ ഹൃദയത്തെ തൊട്ടുണർത്തണമേ, ഞങ്ങളുടെ ആത്മാവിനെ പരിശോധിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു, അങ്ങ് കുരിശിൽ ചൊരിഞ്ഞ രക്തത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് വീണ്ടെടുക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോഴൊക്കെ ദൈവത്തിന് വലിയൊരു കൃപാവരം ഞങ്ങളിലേക്ക് നടക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വെളിപാടിന്റെ പുസ്തകം 1-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ പ്രകാരം പറയുന്നുണ്ടല്ലോ, ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്നവ പ്രാവർത്തികമാക്കുന്നവരും ഭാഗ്യവുമാണ്. ഇത് കേൾക്കുന്നവരും പറയുന്നവരെല്ലാം അനുഗ്രഹം പ്രാപിക്കുന്നതിന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധമാവും സർവേശ്വര എന്നേ. ആമേൻ. ഹല്ലേലൂയ. യേശു സ്നേഹമുള്ളവരെ, നമുക്കറിയാൻ സാധിക്കും, യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞൊരു പ്രധാനപ്പെട്ട വാക്യമാണ്, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തന്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കാൻ. യേശു ശിഷ്യന്മാർക്ക് കൊടുത്ത പ്രധാനപ്പെട്ട ഒരു ആഹ്വാനമാണിത്. ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ, ക്രിസ്തുവിനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ അവൻ തന്നെ പരിത്യജിക്കണം. ഒന്നാമത്തെ കാര്യം തന്നെ പരിത്യജിക്കണം. 2, തന്റെ കുരിശുമെടുത്ത് അവൻ എന്നെ അനുഗമിക്കട്ടെ എന്നാണ് യേശു പറഞ്ഞത്. യേശുവിനെ അനുഗമിക്കുന്നവർക്ക് വേണ്ട ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് തന്റെ കുരിശാണ്. ആ കുരിശിലൂടെയാണ് രക്ഷ. എനിക്ക് ഓർക്കുക കുരിശിന്റെ ആ വചനത്തിന്റെ കൃപ. ഒരു പാട്ടെന്റെ മനസ്സിൽ മുഴങ്ങിക്കേൾക്കാണ്. കുരിശാണു രക്ഷ, കുരിശിലാണു രക്ഷ, കുരിശേ നമിച്ചിടുന്നു. കുരിശാണു രക്ഷ, കുരിശിലാണു രക്ഷ, കുരിശേ നമിച്ചിടുന്നു. ഈ കുരിശെ നമിച്ചുകൊണ്ടാണ് നമ്മുടെ തീർത്ഥയാത്രയുടെ തുടക്കം. അപ്പോൾ സ്നേഹമുള്ളവരെ, നമുക്ക് ആ കുരിശിനെ കുറിച്ചാണ് ചിന്തിക്കാൻ പോകുന്നത്. ഒരിക്കലും നമുക്കറിയാൻ സാധിക്കും, കുരിശെന്ന് പറഞ്ഞാൽ ഒരു അവഹേളന മാത്രമായിരുന്നു. ആ അവഹേളനമായിരുന്ന കുരിശിനെ മഹത്വീകരിച്ചത് യേശു ആ കുരിശ് വഹിച്ച് ആ കുരിശിൽ മരിച്ചത് കാരണമാണ് കുരിശ് ഒരു വിശുദ്ധ ഭാഗമായി മാറിയത്. അപ്പോൾ കുരിശിനെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോഴൊക്കെ ക്രിസ്ത്യാനിയുടെ മുഖം അത്ര കുരിശാണ്. നമുക്കറിയാം, ഒരു പള്ളി പണിതാൽ ആ പള്ളിയിൽ ഏറ്റവും പ്രധാനമായിട്ട് നിൽക്കുന്ന കുരിശാണ്. ഒരു പ്രദക്ഷിണം നടന്നാൽ വെണ്ടിപ്പോകുന്നത് കുരിശാണ്. ഒരു മരിച്ചിടക്ക് നടക്കുമ്പോഴും വെണ്ടിപ്പോകുന്ന കുരിശാണ്. കുമ്പസാരെ കൊണ്ട് ചെല്ലുമ്പോഴും അവിടെ കുരിശാണ്. ഒരുത്തൻ മരിച്ച് അവൻ കല്ലറയിൽ കിടക്കുമ്പോഴും മോളിൽ കാണുന്നത് കുരിശാണ്. കുരിശിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. ഈ കുരിശിനെ എങ്ങനെയാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. കുരിശും ചുമന്ന് യേശുക്രിസ്തു പോകുമ്പോൾ നമുക്ക് ആ പീഡന ആ കുരിശിന്റെ വഴിയെ കുറിച്ച് ചിന്തിക്കാൻ കാണുവാൻ സാധിക്കും. കുരിശും വഹിച്ച് ഈശോ പോകുമ്പോൾ ഈ കുരിശും വഹിച്ച് എന്നാൽ ഇവനെ ജീവനോടെ കുരിശിൽ കയറ്റുവാൻ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കി പട്ടാളക്കാർ ചുറ്റും നോക്കി. ആ കുരിശ് ചുമക്കുവാൻ ഒരാളെ കണ്ടെത്തിയ വ്യക്തിയാണ്
ശരിക്കും ചിന്തിക്കേണ്ടി വരും. ആ മനുഷ്യൻ കുറേനേക്കാരനായ ശിമിയോനാണ്. കുറേനേക്കാരനായ ശിമിയോനെ എങ്ങനെ കണ്ടുപിടിച്ചു? അവൻ വന്നത് പ്രാർത്ഥനാ ഗ്രൂപ്പിൽ നിന്നല്ല, പള്ളിയിൽ നിന്നല്ല, കൺവെൻഷൻ ഹാളിൽ നിന്നല്ല, അവൻ വയലിൽ നിന്നായിരുന്നു എന്ന് ദൈവവചനം പറയുന്നു. വയലിൽ നിന്ന് വന്ന കുറേനേക്കാരനായ ശിമിയോൻ ആ കുരിശ് വഹിക്കാൻ അവിടെ യേശുവിനെ സഹായിച്ചു. കാരണം വയലിൽ നിന്ന് വന്നവൻ കഷ്ടപ്പാടിൽ നിന്നാണ് വന്നത്. ശരിക്കും കഷ്ടപ്പെട്ടിട്ടുള്ളവർക്ക് മാത്രമേ ആ മഹത്വം എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ. ഇവിടെ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ എവിടെയെങ്കിലും ദൈവം ഒരു കുരിശ് തന്നിട്ടുണ്ടെങ്കിൽ ഒരു മഹത്വമുണ്ട്. ഇപ്പോൾ ഓർക്കുകയാണ്, ഒരു പ്രതികൂലങ്ങൾ മനുഷ്യ വരുമ്പോൾ അതിന്റെ പിന്നിൽ ഒരു പ്രൊമോഷൻ മറഞ്ഞിരിപ്പുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ കുരിശ് എപ്പോഴും വഹിക്കാൻ ദൈവം തെരഞ്ഞെടുക്കുന്നവൻ ആ കുരിശുകൾ നടന്നവന് മാത്രമേ അത് സത്യം അറിയൂ. പട്ടിണി കിടന്നവർക്ക് മാത്രമേ ആഹാരത്തിന്റെ വില അറിയാവൂ എന്ന് പറഞ്ഞ പോലെ തന്നെ കുരിശ് ഏറ്റെടുത്ത് വളർന്നവൻ അവൻ എവിടെ പോയാലും പിടിച്ചു. കാരണം കുരിശിന്റെ മഹത്വം അത്രയാണ്. ഇനി നമുക്ക് കാണുവാൻ സാധിക്കും, ഇന്നത്തെ കാലഘട്ടത്തെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കേണ്ടത്, മനുഷ്യനെല്ലാം കുരിശ് അതിന് സഹനമായിട്ടും കുരിശെടുക്കാൻ ആർക്കും താല്പര്യമില്ലായിരിക്കും. നമുക്ക് ഞങ്ങളുടെ ഇടവകയിലെ പ്രദർശനമൊക്കെ നടക്കുന്നത് പ്രത്യേകിച്ച് എല്ലാ വർഷവും കുരിശെടുക്കാൻ ഒന്നോ രണ്ടോ വ്യക്തി, കൂടുതൽ ഒരു വ്യക്തിയെ ഞാൻ കൂടുതൽ കാണാറ്. ആ കുരിശെടുക്കാൻ മറ്റാർക്കും തയ്യാറല്ല. കുറേയൊക്കെ എടുക്കുന്നുണ്ട്, എന്നാലും കുരിശെടുക്കാൻ തയ്യാറല്ല. ഈ കാലഘട്ടത്തെങ്കിലും മനുഷ്യ കുരിശിന്റെ കേൾക്കുമ്പോൾ പേടിയ കുരിശുകൾ സന്തോഷപൂർവ്വം സഹിക്കുമ്പോഴാണ് നമുക്കൊരു ഉത്ഥാനത്തിന്റെ കൃപ നമ്മൾക്ക് നടത്താൻ സാധിക്കുന്നത്. ഇനി യേശു കുരിശും പഠിച്ച് രാഹുൽസാമലയിൽ ചെല്ലുമ്പോൾ രാഹുൽസാമലയിലേക്ക് നമ്മൾ എത്തി നോക്കുമ്പോൾ കാണാൻ സാധിക്കും. നടുക്കുള്ളത് യേശുവിന്റെ ആണ്. പിന്നെ ഇടത്തേക്കാളും വലത്തെ കള്ളൻ. അതിന് ഒരു കള്ളനെ നമ്മൾ പേര് വിളിക്കാറുണ്ട് നല്ല ഭാഷയില്, നല്ല കള്ളൻ. നമുക്കൊരു നല്ല കള്ളൻ എന്ന് പറഞ്ഞൊരു കള്ളനില്ല. എല്ലാ കള്ളന്മാരും കള്ളൻ തന്നെ. ഇവനെങ്ങനെ നല്ല കള്ളനായിട്ട് വരും? അവന്റെ മനസ്സിൽ കേസ് തിരിച്ചറിയുന്നതാണ്. ഒന്ന്, അവൻ കുരിശിൽ കടന്നുകൊണ്ട് തന്റെ പാവങ്ങളെ കുറിച്ച് അവന് ബോധ്യമുണ്ട്. എങ്കിൽ ആ ഇടതു സൈഡിൽ കിടന്ന കള്ളന്റെ പ്രത്യേകത അറിയാൻ സാധിക്കും. അവനെപ്പോഴും മുറമുറത്തുകൊണ്ടും പഠിച്ചുകൊണ്ടുമാണ് നടക്കുന്ന യേശു ഒരു തെറ്റും ചെയ്യാതെ. ഈ മൂന്നിൽ ഏതെങ്കിലും ഒക്കെ ഒരു വ്യക്തി നമ്മൾ ചിലപ്പോൾ ആയിത്തീരാനുള്ള സാധ്യതയാണ്. ഇനി നമുക്ക് കാണുവാൻ സാധിക്കും, കുരിശിൽ കിടക്കുന്നവരുമുണ്ട്, കുരിശിൽ കിടക്കുന്നവരുമുണ്ട്. നിങ്ങൾ ചില മനുഷ്യരെ കാണുമ്പോൾ നമുക്കറിയാൻ സാധിക്കും കാലങ്ങളായിട്ട് കുരിശിൽ കിടക്കുന്നവർ. ഇനി ചിലവർ കുരിശിൽ കിടക്കുന്നവരും. ഇനി വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, ഈ കുരിശിലേക്ക് പോകുമ്പോൾ നമുക്ക് ആ കുരിശിന്റെ ചോട്ടിൽ നിൽക്കുന്നവരുണ്ട്. ചില വ്യക്തികളെ നമുക്ക് കാണാൻ സാധിക്കും. കുരിശിന്റെ ചോട്ടിൽ നിന്ന് ചില വ്യക്തികളെ നമുക്ക് കാണാൻ സാധിക്കും. അവരിൽ ചിലര് യൂദാസിനെ പോലെ വെട്ടിക്കൊടുത്തവരായിരിക്കും. എങ്കിൽ ചിലര് പത്രോസിനെ പോലെ തള്ളിപ്പറഞ്ഞവരായിരിക്കും. ചിലവരുണ്ട് വെറോനിക്കയെ പോലെ മുഖം തുടച്ചവരുണ്ടായിരിക്കും. മറ്റു ചിലരുണ്ട് ശിമിയോനെ പോലെ കുരിശു വഹിക്കാൻ സഹായിച്ചവരായിരിക്കും. മറ്റു ചിലരുണ്ട് പീലാത്തോസിനെ പോലെ കൈ കഴിയുവരും. വീണ്ടും നമുക്ക് ഒത്തിരി പേരെ കുരിശിന്റെ ചുറ്റും നടക്കുന്നവരെ കാണാൻ അടിച്ചവരുണ്ട്, കുത്തിയവരുണ്ട്, മുൾമുടി വെച്ചവരുണ്ട്. വേറെ ചിലരെ നമുക്ക് പ്രത്യേകമായിട്ട് കാണാൻ സാധിക്കും. ഇതെല്ലാം നോക്കിക്കൊണ്ട് അകലെ മാറി നിന്ന ചില വ്യക്തികളെ കാണാൻ സാധിക്കും. ഏതെങ്കിലുമൊക്കെ റോള് നമുക്ക് ഇന്ന ദിവസം കൈകാര്യം ചെയ്യേണ്ടവർക്ക് നമുക്ക് പ്രത്യേകം ഓർക്കുക. ചിലപ്പോൾ കുരിശ് വഹിക്കാൻ ബുദ്ധിമുട്ട് വരുമ്പോൾ തള്ളിപ്പറയുന്നവരുണ്ട്. നമുക്കറിയാം യേശുവിനെ തള്ളിപ്പറഞ്ഞ ഒത്തിരി പേര് പോകുന്നു. കാരണം അവർക്ക് കുരിശുകളല്ല ഇഷ്ടം. യേശു പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുക തന്നെ പരിചയിച്ച് എന്നെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ചിലപ്പോൾ എന്ത് ചെയ്യും, ഇപ്പൊ ചില സാഹചര്യങ്ങളിൽ പത്രോസിനെ പോലെ തള്ളിപ്പറയാൻ മനസ്സ് പ്രേരിപ്പിച്ച് മരിക്കാൻ സാധ്യതയാണ്. എങ്കിൽ ചിലവര് ഈ കുരിശിൽ സഹായിച്ചവരുണ്ട്. എങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും വെറോനിക്ക പോലെ യേശുവിന്റെ മുഖം തുടച്ച വ്യക്തികളും കാണാൻ സാധിക്കും. പത്രോസിനെ പോലെ പീലാത്തോസിനെ പോലെ കൈ കഴിയവരെ കാണാൻ സാധിക്കും. ഇന്നത്തെ ദിവസം നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ കുരിശിനെ കുറിച്ചും കുരിശിന്റെ മഹത്വത്തെ കുറിച്ചും ഒക്കെ ചിന്തിക്കുമ്പോൾ ഇത് ഏതെങ്കിലുമൊക്കെ റോള് നമ്മുടെ കൈകാര്യം നമ്മുടെ ജീവിതമാകുന്ന രീതിയിൽ നമ്മൾ യേശുവിനെ അനുഗമിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഏതെങ്കിലുമൊക്കെ ചില റോളുകൾ നാം അറിയാതെയൊക്കെ കൈകാര്യം അപ്പോൾ ചെയ്യേണ്ട വരുമ്പോൾ ആ യേശുവിനെ പോലെ
ഇത് സന്തോഷത്തോടെ സ്വീകരിച്ച് തന്റെ മഹത്വത്തിൽ പങ്കുകാരായി തീരുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ അർത്ഥം ഉണ്ടായിത്തീരുള്ളൂ. നമ്മൾ ചിലവരുടെയൊക്കെ ജീവിതം കൊച്ചു തിരിച്ചറിവ് നടന്നതായിരിക്കും. ചിലവരൊക്കെ അത് പറഞ്ഞുകൊണ്ട് നടക്കും കേട്ടോ, എനിക്ക് ദൈവം എന്താണ് തിരിച്ചത്. മറ്റു ചിലവര് ഈ തിരിച്ചുകൾ സന്തോഷത്തോടെ എനിക്ക് വീട്ടുകാരുടെ അനുഭവങ്ങൾ അറിയാൻ സാധിക്കും. എന്റെ മനസ്സിൽ ഒത്തിരിയേറെ പേരുടെ ചിന്തകൾ ഞാൻ കടന്നു വന്നിട്ടുണ്ട്. ഈ സന്തോഷത്തോടെ കുറിച്ച് നഷ്ടപ്പെട്ടിരിക്കുന്ന ജീവിതത്തിൽ ഒരുപാട് ഉത്ഥാനത്തിന്റെ കൃപ കൊടുത്തിട്ടുണ്ട്, മഹത്വത്തിന്റെ കൃപ കൊടുത്തിട്ടുണ്ട്. ഇന്നേ ദിവസങ്ങൾ പ്രത്യേകം ചിന്തിക്കുക, നമ്മുടെ വീട്ടിന്റെ വഴിയിലൂടെയാണെന്ന് നമ്മുടെ തീർത്ഥയാത്ര തുടങ്ങിയത്. അപ്പോൾ നമ്മൾ പ്രത്യേകം ഓർക്കുക, നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ജീവിതം മുഴുവൻ ജീവിക്കാൻ പുതിയ സന്തോഷങ്ങളോട് ജീവിക്കുന്ന അവസ്ഥ. ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. ഇതിലാണ് തിരുവനന്തപുരത്ത് കൺവെൻഷനിൽ പ്രസംഗിക്കാൻ പോയപ്പോൾ ഒരു വീട്ടിൽ കോണ്ടാക്ട് വന്നു. 10 വർഷമായിട്ട് ഭർത്താവ് എന്റെ ഭാര്യ ശരിക്കും മാനസിക രോഗത്താൽ നിറഞ്ഞവളാണ്. ചികിത്സിക്കുന്ന കണ്ടപ്പോൾ ആ ഒരു പിറവും കൂടാതെ ആ കുടുംബത്തെ ചികിത്സിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇതെങ്ങനെ സാധിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ വ്യക്തി പറഞ്ഞ കാര്യമാണ് എല്ലാം നമ്മുടെ ജീവിതവും വിശ്വസിന്റെ കുഞ്ഞു മനോഭാവത്തിൽ ചെയ്യാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. യാതൊരു പരിശുദ്ധമായ നാമത്തിൽ താങ്ക് യു സണ്ണി ചേട്ടാ. നമുക്ക് പ്രത്യേകമായിട്ട് സണ്ണി ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കാം. വിശുദ്ധ കുരിശിലൂടെ ക്രിസ്തു നേടി തന്ന രക്ഷ നമ്മുടെ ഓരോരുത്തരെയും എത്തിക്കുന്നത് ആ കുരിശിൻ ചുവട്ടിലേക്ക് തന്നെയാണ്. ആ കുരിശ് നമ്മുടെ രക്ഷയുടെ അടയാളമാണ്. ആ കുരിശിൻ ചുവട്ടിൽ നിൽക്കുമ്പോൾ ധാരാളം മനുഷ്യര് പല ഭാവത്തിലും രൂപത്തിലും ചിന്താഗതിയിലും ഉള്ളവരുണ്ടായിരുന്നു. നമ്മൾ ഏത് ചിന്തയിലുള്ളവരാണ് എന്ന നാം നമ്മെ തന്നെ കണ്ടെത്തണമെന്ന് നമ്മെ ഓർമ്മിപ്പിച്ചു. നമുക്കൊരു നിമിഷം സണ്ണിച്ചേട്ടനെയും സണ്ണിച്ചേട്ടന്റെ കുടുംബത്തെയും ജീവിത പങ്കാളിയെയും മക്കളെയും സണ്ണിച്ചേട്ടന്റെ ശുശ്രൂഷ മേഖലകളെയും ദൈവരാജ്യത്തിന് വേണ്ടിയുള്ള സഭയ്ക്ക് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും സമൂഹത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും എല്ലാം ഓർത്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് സ്തുതിച്ച് ഒന്ന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവമേ സ്തുതിക്കുന്നു, ദൈവമേ ആരാധിക്കുന്നു, കർത്താവെ നന്ദി പറയുന്നു. നിങ്ങളായിരിക്കുന്ന ഇടത്ത് നിന്നുകൊണ്ട് തന്നെ നമുക്ക് സാധ്യമാകും വീഡിയോ എല്ലാം ഓണാക്കി നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവമേ സ്തുതിക്കുന്നു. സണ്ണിച്ചേട്ടനെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ജീവിത പങ്കാളിയെയും മക്കളെയും കൃഷിഭൂമിയെയും പ്രത്യേകമായിട്ട് ചെയ്യുന്ന എല്ലാ ദൈവരാജ്യ ശുശ്രൂഷകളെയും എല്ലാം അവിടുന്ന് പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ നമുക്കൊന്ന് അടച്ച് വിശുദ്ധ കുരിശിലൂടെ നമുക്ക് രക്ഷ നേടിത്തന്ന ക്രിസ്തുവിന്റെ ആ മുഖം നമുക്ക് ഓർക്കാം. പരിപൂർണ നഗ്നനായി ശരീരം മുഴുവൻ വികൃതമാക്കപ്പെട്ട് ശിരസിൽ മുൾമുടി ധരിച്ച് രക്തം വാർന്നൊലിച്ച് 3 ആണികളിൽ തൂങ്ങപ്പെട്ട് നിൽക്കുന്ന ആ ക്രിസ്തുവിന്റെ ഈശോയുടെ കുരിശിലെ ചിത്രം പ്രിയപ്പെട്ടവരെ നമുക്കൊന്ന് ഓർമ്മിക്കാം. ആ ചിത്രം നമ്മുടെ മനസ്സിലൊന്ന് കണ്ടുകൊണ്ട് ഈ സമയം ലോകമെമ്പാടും വേദന അനുഭവിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന, പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന, പ്രത്യേകമായിട്ട് യേശുക്രിസ്തുവിന്റെ കുരിശിനെ പ്രതി വേദന അനുഭവിക്കുന്ന, ക്രിസ്ത്യാനി ആയതിന്റെ പേരിൽ, ക്രൈസ്തവ വിശ്വാസത്തിൽ വന്നതിന്റെ പേരിൽ ഏറെ പ്രയാസത്തിലൂടെ, സങ്കടത്തിലൂടെ, പ്രതിസന്ധിയിലൂടെ, ഏക പീഡനത്തിലൂടെ കടന്നു പോകുന്ന ഓരോരുത്തരെയും ഓർത്തുകൊണ്ട് ആ കുരിശ് രക്ഷ നേടിത്തന്ന രക്ഷയെ അടയാളമാണ്. സർവ്വ മനുഷ്യ വംശത്തിനു വേണ്ടിയുള്ള, സർവ്വ ജനത്തിനു വേണ്ടിയുള്ള, ആദ്യ മാതാപിതാക്കൾ മുതൽ അവസാനമായി ലോകത്തിൽ ജനിക്കുന്ന മനുഷ്യന് വരെ രക്ഷ നേടിത്തന്ന ആ വിശുദ്ധ കുരിശ് രക്ഷയുടെ അടയാളമാണ്. ആ കുരിശിൽ രക്ഷ നേടിത്തന്ന ക്രിസ്തുവിനെ പ്രതി പീഡ അനുഭവിക്കുന്ന, പ്രയാസപ്പെടുന്ന ക്രൈസ്തവ വിശ്വാസികളായിട്ടുള്ള എല്ലാവരെയും, എല്ലാ ക്രൈസ്തവ വിശ്വാസത്തിൽ നിൽക്കുന്നവരെയും പീഡിപ്പിക്കപ്പെടുന്നവരെയും എല്ലാം ഓർത്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് കരങ്ങൾ ഉയർത്തി, നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടുകളിലും നമ്മൾ അറിയുന്നിടത്തും നമ്മുടെ കേരളത്തിലും ഭാരതത്തിനും പുറത്തും ലോകമെമ്പാടും പീഡിപ്പിക്കപ്പെടുന്ന, പ്രയാസപ്പെടുന്ന, ക്രിസ്തുവിനെ പ്രതി നൊമ്പരം അനുഭവിക്കുന്ന ഓരോരുത്തരെയും നമുക്ക് അവിടുത്തെ കരങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ട്, അവർ നമ്മുടെ മനസ്സിൽ വരുന്ന ചിത്രങ്ങളെല്ലാം ഉയർത്തിക്കൊണ്ട് അവർക്ക് വേണ്ടി പ്രത്യേകമായി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ സ്തുതിക്കുന്നു കർത്താവേ. വിശുദ്ധ കുരിശിലൂടെ നേടിത്തന്ന രക്ഷ അനുഭവിക്കുകയും ആ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വരികയും ചെയ്ത കർത്താവെ, അതിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന, വേദന അനുഭവിക്കുന്ന, തിരസ്കരിക്കപ്പെടുന്ന, ഒറ്റപ്പെടുന്ന എല്ലാവരും അവിടുത്തെ കരങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ട് ദൈവമേ ഞങ്ങൾ സ്തുതിക്കുന്നു. പ്രത്യേകമായിട്ട് കേരളത്തിലും ഭാരതത്തിലും ലോകമെമ്പാടും കർത്താവെ, ക്രൈസ്തവ വിശ്വാസത്തിന് പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന സഭയെയും സഭാ അംഗങ്ങളെയും എല്ലാം ഞങ്ങൾ ഈ സമയം ഓർപ്പിക്കുന്നു. വ്യത്യസ്തമായ സഭാംഗങ്ങളായ ഓരോരുത്തരും അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. കർത്താവെ, വൈദികരെയും സമർപ്പിതരെയും
പിതാക്കന്മാരെയും കർത്താവെ അൽമായരെയും എല്ലാം അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഉയർത്തുന്നു. ദൈവമേ, അവരെയൊക്കെ ഈ സമയം അവിടുന്ന് ആശ്വസിപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവമേ സ്തുതിക്കുന്നു, ദൈവമേ ആരാധിക്കുന്നു, കർത്താവെ നന്ദി പറയുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ സമയം നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥന നിയോഗമുള്ള നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും വിശുദ്ധ കുരിശിന്റെ ചുവട്ടിൽ നമുക്ക് പരമേൽപ്പിക്കാം. നമുക്ക് നേടിത്തന്ന രക്ഷ നേടിത്തന്ന വിശുദ്ധ കുരിശിന്റെ ചുവട്ടിൽ നമ്മുടെ രോഗങ്ങളാവട്ടെ, നമ്മുടെ സാമ്പത്തികമായ പ്രതിസന്ധികളാവട്ടെ, നമ്മുടെ കുടുംബം അഭിമുഖീകരിക്കുന്ന പ്രയാസങ്ങളാവട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങൾ കടന്നു പോകുന്ന പ്രതിസന്ധികളാവട്ടെ, നമുക്കുള്ള മാനസിക പ്രയാസങ്ങളാവട്ടെ, സാമ്പത്തികമായ ഞെരുക്കങ്ങളാവട്ടെ, രോഗങ്ങളാവട്ടെ, എല്ലാം ആ വിശുദ്ധ കുരിശിന്റെ ചുവട്ടിൽ നമുക്ക് ചേർത്ത് വെക്കാം. ആ വിശുദ്ധ കുരിശിന്റെ ചുവട്ടിൽ ആ ക്രിസ്തുവിന്റെ രക്തത്തോട് ചേർത്ത് വെച്ച നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഭാരങ്ങളും നമുക്ക് അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കാം. ഈശോ പറഞ്ഞ, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ അധ്വാന ഭാരവുമായ ആ വിശുദ്ധ കുരിശിന്റെ ചുവട്ടിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ സായം സന്ധ്യയില് അമേരിക്കയിലും മറ്റുമായിരിക്കുന്നവർ പ്രഭാതത്തില് നമുക്ക് ആ കുരിശിന്റെ ചുവട്ടിലേക്ക് നമ്മെ തന്നെ ചേർത്ത് വെക്കാം. ആ വിശുദ്ധ കുരിശിൽ നമ്മുടെ എല്ലാ ഭാരവും എല്ലാ സങ്കടവും ചേർത്ത് വെച്ചുകൊണ്ട് കർത്താവ് ഇതെല്ലാം സന്തോഷത്തോടെ സ്വീകരിക്കുന്നതിന്, അവിടെ നിന്റെ സൗഖ്യവും സമാധാനവും ലഭിക്കുന്നതിന്, നിന്റെ വലിയ ചൈതന്യം ലഭിക്കുന്നതിന്, അതിനെല്ലാം അതിജീവിക്കാനുള്ള കരുത്ത് ലഭിക്കുന്നതിന് കർത്താവ് ഞങ്ങൾക്കും ഞങ്ങളുടെ ബന്ധുമിത്രാദികളും ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ളവരും ഞങ്ങളെ പ്രാർത്ഥിക്കാനായിട്ട് കടപ്പെട്ടിട്ടുള്ളവരെയും പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നവരുമായ മുഴുവൻ ആൾക്കാരെയും ഈ സമയം ചേർത്ത് വെച്ച പരിശുദ്ധ കത്തോലിക്ക സഭയെ മുഴുവൻ ചേർത്ത് വെച്ചുകൊണ്ട്, ഞങ്ങളുടെ ഇടവക ജനത്തെ മുഴുവൻ ചേർത്ത് വെച്ചുകൊണ്ട്, ദൈവം എല്ലാ നിയോഗങ്ങളും ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവമേ സ്തുതിക്കുന്നു, ദൈവമേ ആരാധിക്കുന്നു, കർത്താവേ നന്ദി പറയുന്നു. നിന്റെ വിശുദ്ധ കുരിശിന്റെ ചുവട്ടിൽ ഞങ്ങളെല്ലാം ഇറക്കി വെക്കുന്നു. വിശുദ്ധ കുരിശിൽ നിന്ന് ഒഴുക്കിയ തിരുരക്തത്താൽ ഞങ്ങളെ സൗഖ്യപ്പെടുത്തണമേ, ഞങ്ങളെ സമാധാനപ്പെടുത്തണമേ, ഞങ്ങൾക്ക് ആശ്വാസം നൽകണമേ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ആവശ്യങ്ങളെയും അവിടുന്ന് കർത്താവെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. പ്രത്യേകമായി ഞങ്ങളുടെ പരിശുദ്ധ കത്തോലിക്ക സഭയിലും പരിശുദ്ധ പിതാവിനെയും എല്ലാ പിതാക്കന്മാരെയും എല്ലാ മെത്രാന്മാരെയും വൈദികരെയും സന്യസ്തരെയും അൽമായരും ഉൾപ്പെടുന്ന ഞങ്ങളുടെ ഈ ക്രിസ്തുവിന്റെ ശരീരത്തെ മുഴുവൻ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ ചേർത്ത് വെക്കുന്നു. കർത്താവെ, ധാരാളം നല്ല മിഷണറിമാർ രൂപപ്പെടുന്നതിന്, ധാരാളം നല്ല മിഷണറിമാരെ വളർത്തിക്കൊണ്ടുവരുന്നതിന് കർത്താവെ അങ്ങിടയാക്കണമേ. നല്ല ക്രിസ്തു ശിഷ്യയെ രൂപപ്പെടുത്താനായിട്ട് അങ്ങിടയാക്കണമേ. സഭയുടെ എല്ലാ ശുശ്രൂഷകളെയും എല്ലാ പ്രവർത്തനങ്ങളെയും അവിടുത്തെ കരങ്ങളോടൊപ്പം തരുന്നതോടൊപ്പം ഈ ലോകമെമ്പാടും വേദനിപ്പിക്കുന്ന നാനാജാതി മതത്തിൽപ്പെട്ട വിശ്വാസത്തിൽപ്പെട്ട എല്ലാവരെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഉയർത്തുന്നു. പ്രത്യേകമായിട്ട് വരാൻ പോകുന്ന ഞങ്ങളുടെ ഭാരതത്തിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെയും അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ പ്രത്യേകമാവിധം ഏൽപ്പിക്കുകയാണ്. കർത്താവെ, എല്ലാം അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഞങ്ങളോട് ദൈവജനം പങ്കുവെച്ച് ഞങ്ങളുടെ ഹോളി ഹോം മിനിസ്ട്രിയെയും ഞങ്ങളുടെ 40 ദിവസം കടന്നു പോകുന്ന ഈ തീർത്ഥയാത്രയും അതിൽ ദൈവജനം പങ്കുവെക്കുന്നവരെയും അതിന് നേതൃത്വം വഹിക്കുന്നവരെയും എല്ലാ പിതാക്കന്മാരെയും വൈദികരെയും സിസ്റ്റേഴ്സിനെയും അൽമാരെയും എല്ലാം ഞങ്ങൾ ഈ സമയം ഉയർത്തുമ്പോൾ ഈ മിനിസ്ട്രി നടത്തുന്ന ഓൺലൈനും ഓഫ്ലൈനുമായിട്ടുള്ള കോഴ്സുകളെ പ്രത്യേകമായിട്ട് അടുത്ത 4-ാം തീയതി മുതൽ മാർച്ച് 4 മുതൽ ആരംഭിക്കുന്ന 4ാമത്തെ ഷൂബിന്റെ ഓൺലൈൻ അടിസ്ഥാന സുവിശേഷ സന്ദേശത്തിന്റെ ക്ലാസ്സിനെയും കർത്താവ് ഇടവുകളിലുള്ള അടിസ്ഥാന സുവിശേഷ ധ്യാനത്തെയും കർത്താവ് ഓൺലൈൻ ഓഫ്ലൈൻ പ്രോഗ്രാമുകളെയും എല്ലാം അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഉയർത്തിക്കൊണ്ട് കർത്താവ് ഞങ്ങളുടെ ഹോളി ഹോം മിനിസ്ട്രിയും ഒപ്പം ഇതുപോലെ പ്രവർത്തിക്കുന്ന കർത്താവ് ജിസ്യൂത്ത് കസ്മാറ്റിക് അതുമായി ബന്ധപ്പെട്ട ഫിയാത്ത് മിഷൻ അങ്ങനെയുള്ള എല്ലാ നവീകരണ പ്രവർത്തനങ്ങളെയും എല്ലാ പ്രവർത്തന മേഖലകളെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഉയർത്തുന്നു. കർത്താവെ, ഹോളി ഹോം മിനിസ്ട്രി അവിടുന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. അവിടെ അനേകരെ രൂപപ്പെടുവാൻ അങ്ങ് ഇടയാക്കണമേ. അമേരിക്കയിൽ നടക്കുന്ന ഷുബിന്റെ 3ാമത്തെ ബാച്ചിന്റെ പ്രവർത്തനങ്ങളെയും അതിന്റെ ക്ലാസ്സുകളെയും എല്ലാം അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഉയർത്തുന്നു. എല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് ഒരിക്കൽ കൂടി പ്രിയപ്പെട്ടവരെ നമുക്ക് ഒരുമിച്ച് വിശുദ്ധ കുരിശിന്റെ പക്കൽ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളെയും എല്ലാ ചിന്തകളെയും എല്ലാം ഉയർത്തിക്കൊണ്ട് പ്രത്യേകമായിട്ട് കർത്താവ് ഈ സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ വിശുദ്ധ കുരിശിന്റെ ശക്തിയാല് അവിടുന്ന് ഒഴുകുന്ന വലിയ പ്രകാശത്താല് അവിടുന്ന് ചൊരിഞ്ഞ സൗഖ്യത്തിന്റെ വലിയ അടയാളത്താല് കർത്താവ് രക്ഷയുടെ അടയാളമായ വിശുദ്ധ കുരിശ് ഞങ്ങളുടെയും ഞങ്ങളുടെ ഭവനത്തിലും ഞങ്ങളുടെ ജീവിതത്തിലും അങ്ങ് നാട്ടണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ ആ വിശുദ്ധ കുരിശ് നാട്ടിക്കൊണ്ട് ആ കുരിശിലിന്റെ പ്രകാശത്തിന് ചുറ്റും ജീവിക്കുന്നവരാവാൻ അവിടുന്ന് ഞങ്ങളെ ഇടയാക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ആ വിശുദ്ധ കുരിശ് നാട്ടപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ആ കുരിശിൽ നിന്ന് ഒഴുകുന്ന പ്രകാശത്തിൽ ചുറ്റുപാടുകളിലേക്ക് വ്യാപരിക്കുവാൻ അങ്ങ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ വിശുദ്ധ കുരിശ് ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ ജീവിതത്തിന് മുഴുവൻ ഞങ്ങളുടെ ശരീരത്തിലും കർത്താവെ അടയാളപ്പെടുത്താൻ ആഗ്രഹിച്ചുകൊണ്ട് തന്നെ മുദ്ര ചെയ്യപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ ഒരിക്കൽ കൂടി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ സ്തുതിക്കുന്നു, ദൈവമേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ് ജീസസ്. ദൈവമേ ആരാധന, ആരാധന, ആരാധന. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് അമ്മയെ ഫലമേൽപ്പിച്ചുകൊണ്ട്
വിശുദ്ധ കുരിശിന്റെ ചുവട്ടിൽ നിന്ന ആ കുരിശിനെ മുഴുവൻ സന്തോഷത്തോടെ വഹിച്ചുകൊണ്ട് സഹരക്ഷകയായ വിശുദ്ധ കുരിശ് ലോകത്തിന്റെ രക്ഷയ്ക്ക് നിദാനമാക്കി മാറ്റിയ ആ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മധ്യസ്ഥത നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മളുമായി ബന്ധപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി അമ്മയുടെ വിമല ഹൃദയത്തിന്റെ പ്രത്യേകമായ മധ്യസ്ഥത തേടിക്കൊണ്ട് അവിടുത്തെ തിരുക്കുമാരന്റെ വിശുദ്ധ കുരിശ് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഹൃദയത്തിലും കുടുംബത്തിലും നമ്മൾ ജീവിക്കുന്നിടങ്ങളിലും ഒക്കെ ആ വലിയ സാന്നിധ്യത്തിന്റെയും രക്ഷയുടെ അടയാളമായിരിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് മാതാവിനോട് നമുക്ക് മധ്യസ്ഥം വഹിക്കാം. നിത്യവിശുദ്ധയാം കന്യാമറിയാമേ, നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ. കാറ്റു വിതച്ചു കൊടുങ്കാറ്റു കൊയ്യുന്ന മേച്ചിൽ പുറങ്ങളിലൂടെ, കാറ്റു വിതച്ചു കൊടുങ്കാറ്റു കൊയ്യുന്ന മേച്ചിൽ പുറങ്ങളിലൂടെ, അന്തിക്കിടയനെ കാണാതലഞ്ഞിടും ആട്ടിൻ പറ്റങ്ങൾ ഞങ്ങൾ മേയും ആട്ടിൻ പറ്റങ്ങൾ ഞങ്ങൾ. നിത്യവിശുദ്ധയാം കന്യാമറിയാമേ, നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ. നല്ലൊരു ദിനവും ഉറക്കവും ആശംസിക്കുന്നു. കൃത്യമായിട്ട് നാളെ വീണ്ടും നമുക്ക് കാണാം. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കുകയും ചെയ്യാം.